ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു പുതിയ പുസ്തകമാണ്. ഇതാണ് പുസ്തകം, പുന്നത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ പൊന്നുളി. ഇത് DC ബുക്സിൻ്റെ മാമ്പഴം പ്രസിദ്ധീകരണത്തിൽപ്പെട്ട ഒരു പുസ്തകം കേട്ടോ. മാമ്പഴം എന്നുള്ളത് ബാലസാഹിത്യമാണ്. അപ്പോൾ പ്രമുഖരായ എഴുത്തുകാർ എഴുതിയ കുട്ടികൾക്കായിട്ടുള്ള പുസ്തകങ്ങൾ, അതാണ് ഈ മാമ്പഴം സീരീസിൽ വന്നിരിക്കുന്നത്. ഞാൻ ഈ പുസ്തകം കൂടാതെ വേറെ കുറച്ച് പുസ്തകങ്ങൾ കൂടിയുണ്ട് വലിയ എഴുത്തുകാർ എഴുതിയത്. അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പരിചയപ്പെടുത്താം കേട്ടോ. ശരിക്കും ഇത് കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളൊരു പുസ്തകമൊന്നുമല്ല. കുട്ടികളെന്ന് പറയുമ്പോൾ ശരിക്കും ഒരു 5ാം ക്ലാസ്സിന് മേളിലുള്ള കുട്ടികൾക്കാണ് ഈ പുസ്തകം കണക്റ്റ് ആവുള്ളൂ. അതിന് താഴെയുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ ഇത് മനസ്സിലാവില്ല. കാരണം ഈ വലിയ എഴുത്തുകാർ എഴുതുന്ന പുസ്തകം ആയതുകൊണ്ട് ചെറിയൊരു കഥ എഴുതിയാലും അവരുടെ ക്ലാസ് ആ പുസ്തകത്തിലുണ്ടാവും. അപ്പോൾ കുട്ടികൾക്ക് മാത്രം വായിച്ചാസ്വദിക്കാൻ പറ്റിയ പുസ്തകമല്ല. ഞാനും ഈ പുസ്തകം നല്ല രസമായി തന്നെ വായിച്ച് ആസ്വദിക്കാൻ പറ്റി എന്നുള്ളതാണ് സത്യം. ഈ പുസ്തകത്തിൻ്റെ അകത്ത് 10 കഥകളാണുള്ളത്. ആദ്യത്തെ കഥയാണ് പൊന്നുളി. പൊന്നുളി എന്നുള്ളതൊരു ചെറിയൊരു കഥയാണ്. ആ കഥയിൽ ഒരാശാരിയുടെ ഉള്ളി നദിയിൽ കളഞ്ഞു പോകുന്നതിനെക്കുറിച്ചുള്ളതാണ്. 2 പേജിൽ എഴുതിയ ഒരു ചെറിയൊരു കഥയാണ്, രസമുണ്ട് വായിച്ചിരിക്കാൻ. പിന്നെ രണ്ടാമത്തെ കഥയാണ് വേഷം. വേഷം എന്നുള്ള കഥ ശരിക്കും അമ്മയുടെ മരണം അറിഞ്ഞ ഒരു മകൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിയുമ്പോൾ നടക്കുന്ന സംഭവങ്ങളാണ്. അതും അയാൾ ചെന്നെത്തുന്ന ഒരു അമ്മിളിയാണ് ഈ കഥയിൽ പറയുന്നത്. മൂന്നാമത്തെ കഥയാണ് നരബലി. നരബലി എന്നുള്ളത് നാളെ വിധി പറയേണ്ട ഒരു ജഡ്ജി വിധി പറയാൻ പറ്റാതെ വിഷമിച്ചിരിക്കുമ്പോൾ ഒരു പണിക്കരെ വിളിച്ച് പ്രശ്നം വെച്ച് നോക്കുന്നതാണ്. കഥാപാത്രങ്ങളില്ലാത്ത വീട്. ആ കഥ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിലെ കഥാപാത്രത്തിന് കാലുകളില്ല. അദ്ദേഹം വീടിൻ്റെ ബാൽക്കണിയിലിരുന്ന് പുറത്തെ റോഡിലെ കാഴ്ചകളെല്ലാം കണ്ട് ആസ്വദിക്കുന്നതാണ് ആ കഥയിൽ. ആ കഥയിലൊരു കുതിരവണ്ടിയും ആ കുതിരവണ്ടിയിൽ വരുന്ന യാത്രക്കാരെയൊക്കെ വെച്ചിട്ടാണ് പറഞ്ഞു പോകുന്നത്. പിന്നെ ശ്മശാനത്തിലെ എൻ്റെ സുഹൃത്തുക്കൾ, മരണത്തെക്കുറിച്ചുള്ള ഒരു കഥയാണ്. ഒരു മനുഷ്യൻ ശ്മശാനം സന്ദർശിച്ചെത്തിയിട്ട് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ആ കഥയിൽ. പിന്നെ യുദ്ധകാന്ഡം. യുദ്ധകാന്ഡം എന്നുള്ളത് കത്തുകളുടെ രൂപത്തിലുള്ളൊരു കഥയാണ്. ഈ കഥയിൽ ആദ്യം ഭർത്താവ് ഭാര്യയ്ക്ക് അയക്കുന്ന കത്തിലൂടെയാണ് പറഞ്ഞു പോകുന്നത്. പിന്നെ അവസാനം മകൻ ഉമ്മയ്ക്ക് അയക്കുന്ന കത്തിലൂടെ മാറുകയാണ്. അങ്ങനെ ഒരു കഥ പറഞ്ഞു പോകുന്നുണ്ട് അതിൻ്റെ അകത്ത്. പിന്നെ വീണ്ടും സ്വയംവരം. അതൊരു സിമ്പിളായ ഒരു സ്റ്റോറിയാണ്. ഒരു പെൺകുട്ടി അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വരനെ കണ്ടെത്തുന്നത് വളരെ രസകരമായി പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെയാണ് ഇന്ത്യൻ റെയിൽവേയോട് പെൻഷൻ പറ്റിയ സ്കൂൾ മാസ്റ്ററിന് പറയാനുള്ളത്. അത് നല്ല രസമുള്ളൊരു കഥയാട്ടോ. ഒരു യാത്രയിൽ ഒരു സ്കൂൾ മാസ്റ്റർ ബിഹേവ് ചെയ്യുന്നത്, അല്പം വൈൽഡായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു സ്കൂൾ മാസ്റ്റർ, അത് നല്ല രസമായിട്ട് തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട്. വായിക്കാൻ നല്ല സുഖമുള്ളൊരു കഥയാണ്. 14ാം വയസ്സിൽ, അത് വീണ്ടും മരണത്തെക്കുറിച്ചുള്ളൊരു കഥയാണ്. 14 വയസ്സുള്ള ഒരു കുട്ടിയുടെ മരണം, അത് അല്പം രസകരമായ രീതിയിൽ തന്നെ അത് പറഞ്ഞ് അവതരിപ്പിക്കുന്നുണ്ട്. ആ കുട്ടി മരണത്തെ വരിക്കുന്നത് ഇങ്ങനെയാണ്, കുട്ടിയെ കൊണ്ടുപോകാൻ വരുന്നൊരു മലക്ക്, അങ്ങനെ നല്ല രസമുണ്ട് ആ കഥ. പിന്നെ അവസാന കഥയാണ് സഹാറ. സഹാറ എന്നുള്ള കഥ ശരിക്കും എൻ്റെ മനസ്സിനെ സ്പർശിക്കും. കാരണം അതുപോലെ ഒരു അപകടത്തെക്കുറിച്ചാണ്. ഒരു വീട്ടിലുണ്ടാകുന്ന അപകടവും അതിനെ തുടർന്നുണ്ടാകുന്ന മരണവും ആ വിഷയം എങ്ങനെയാണ് ആ കുടുംബം കൈകാര്യം ചെയ്യുന്നതെന്നുള്ളതൊക്കെയാണ് അത് കഥ. എന്തായാലും ആസ്വദിച്ച് വായിക്കാൻ പറ്റിയൊരു പുസ്തകമാണ് ഈ പൊന്നുളി എന്നുള്ള പുസ്തകം. നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സമ്മാനങ്ങളായിട്ടൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നൊരു പുസ്തകമാണ്. ഈ പുസ്തകം കൂടാതെ മറ്റ് കുറച്ച് പുസ്തകം കൂടി ഞാൻ പരിചയപ്പെടുത്താം. അത് ഒന്ന് ബഷീറിൻ്റെ തേന്മാവ് എന്നുള്ളൊരു പുസ്തകമാണ്. രണ്ടാമത്തത് തകഴി എഴുതിയ മാഞ്ചുവട്ടിൽ എന്നൊരു പുസ്തകമാണ്. പിന്നെ മാധവിക്കുട്ടിയുടെ അമ്മയും മകനും, T. പത്മനാഭൻ്റെ മഞ്ഞ നിറമുള്ള റോസാപ്പൂവ്, M. മുകുന്ദൻ്റെ അപ്പം ചുടുന്ന കുങ്കിയമ്മ, സക്കറിയുടെ ആ എന്ന വേട്ടക്കാരൻ, SK പൊറ്റക്കാടിൻ്റെ വിഘ്നേശ്വരൻ, മലയാറ്റൂർ എഴുതിയ അതിരിൽ പൂത്തു നിന്ന മരങ്ങൾ, പിന്നെ ലളിതാംബിക അന്തർജനം എഴുതിയ ഓറഞ്ച് കുട്ടി, പിന്നെ ഐമനം ജോൺ എഴുതിയ നാളത്തെ പൊന്മാൻ, ചന്ദ്രമതി എഴുതിയ ബോൺസായി, പിന്നെ സന്തോഷ് കുമാർ എഴുതിയ പാശുപതം. നല്ല പുസ്തകങ്ങൾ, എഴുത്തുകാർ എഴുതിയ നല്ല പുസ്തകങ്ങളാണിത്. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് വേണമെങ്കിൽ ഇത് വാങ്ങിക്കൊടുക്കാം. അതല്ല മറ്റുള്ളവർക്ക് സമ്മാനമായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കൊടുക്കാം. പുസ്തകങ്ങൾ വാങ്ങി സമ്മാനം കൊടുക്കുന്നത് ഈ കാലത്ത് അത്ര കോമൺ അല്ല, പക്ഷേ അത് നല്ലൊരു കാര്യമാണ്. കാരണം അവർക്ക്
കഥകൾ വായിക്കാനൊരു അവസരം കിട്ടുകയാണ്. അവരെ നമുക്ക് പുസ്തകത്തിൻ്റെ ലോകത്തോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഫോണും സ്ക്രീൻ ടൈമും മറ്റൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും അവരെ പതുക്കെ പുസ്തകങ്ങളുടെ ലോകത്തോട്ട് കൊണ്ടുവന്ന്. അപ്പോൾ അങ്ങനെയുള്ള സമ്മാനങ്ങൾ കൊടുക്കാൻ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് മറ്റൊരു പുസ്തകത്തിൻ്റെ വിശേഷവുമായി അടുത്ത അധ്യായത്തിൽ കാണാം. താങ്ക് യു.